السلام عليكم ورحمة الله. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അജയ്യനും അന്നൂനനും അദ്വിതീയനുമായ സർവാധിനാഥൻ്റെ വിധിവിലക്കൽക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ്റെ സ്നേഹം അനിവാര്യമായി ലഭിക്കുന്ന 3-4 വിഭാഗങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞു. വജബത്ത് മഹബ്ബത്തി ലിൽമുതഹാബീന ഫിയ്യ വൽമുതജാലിസീന ഫിയ്യ വൽമുതസാബിരീന ഫിയ്യ വൽമുതബാദിലീന ഫിയ്യ. 4 വിഭാഗം ആളുകൾക്ക് പടച്ചതമ്പുരാന്റെ സ്നേഹം അനിവാര്യമായി ലഭിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു ഭാഗമാണ് പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ പരസ്പരം ഒരുമിച്ചിരുന്ന് അവന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകൾ. നമ്മൾ ഇപ്പോൾ ആ വിഭാഗത്തിലാണുള്ളത്. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ പടച്ചതമ്പുരാൻ അവന്റെ അടുക്കൽ സാലിഹായ ഒരു കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് സഹാബത്ത് മടങ്ങി വന്നു. ആ യുദ്ധത്തിന്റെ വിവരങ്ങൾ പറയുന്നതിനിടയ്ക്ക് സഹാബത്ത് പറഞ്ഞു, ഈ യുദ്ധത്തിൽ പ്രവാചകരെ ഏതാനും കുട്ടികൾ മരണപ്പെട്ടു. യുദ്ധത്തിന്റെ വിവരങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത കേട്ടതോടുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. റസൂലിന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത വിഷാദവും എന്തെന്നില്ലാത്ത ദുഃഖവും സഹാബത്ത് കാണുകയാണ്. ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, ഈ യുദ്ധത്തിൽ മരണപ്പെട്ടത് മുസ്ലിങ്ങളുടെ കുട്ടികളല്ല, മറിച്ച് മുശ്രിക്കുകളായ ആളുകളുടെ കുട്ടികളാണ് പ്രവാചകരെ മരണപ്പെട്ടത്. അതുകൊണ്ട് താങ്കൾ ദുഃഖിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലാണ് സഹാബത്ത് സംസാരിച്ചത്. പക്ഷേ സഹാബത്തിന്റെ ആ വർത്തമാനം
അതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസമേകിയില്ല. പാപമെന്തെന്നറിയാത്ത, പാതകം എന്തെന്നറിയാത്ത, നന്മകളും പുണ്യങ്ങളും എന്തെന്നറിയാത്ത നിഷ്കളങ്കരായ ആ കുട്ടികൾ ആ യുദ്ധഭൂമിയിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത റഹ്മത്തുൽ ലിൽ ആലമീനായ ലോകത്തിനാകമാനം കാരുണ്യമായി കടന്നു വന്ന പ്രവാചകന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, മാനവകുലത്തിനാകമാനം കാരുണ്യമായി കടന്നു വന്ന പ്രവാചകൻ. തന്റെ മുന്നിലൂടെ ജൂതനായൊരു മനുഷ്യന്റെ മയ്യത്ത് കടന്നുപോയ സമയത്ത് വിതുമ്പുന്ന മനസ്സോടെ ഗദ്ഗദത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന സംഭവം പലകുറി നമ്മൾ കേട്ടിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് പ്രവാചകരെ എഴുന്നേറ്റ് നിൽക്കുന്നത്? അതൊരു അമുസ്ലിമായ മനുഷ്യന്റെ മയ്യത്തല്ലേ? അമുസ്ലിമായ മനുഷ്യന്റെ മയ്യത്താണെങ്കിലും അതൊരു മനുഷ്യനാണ് എന്നുള്ള നിലയ്ക്ക് താൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ആദർശം സ്വീകരിക്കാതെ മുഅ്മിനാകാതെ ഒരു മനുഷ്യൻ തന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നുള്ള വിശുദ്ധ ഖുർആന്റെ സംബോധന അക്ഷരാർത്ഥത്തിൽ ആ പ്രവാചകന്റെ ജീവിതവുമായി എല്ലാ നിലയ്ക്കും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ആ പ്രവാചകന് സ്നേഹമാണ്. എന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുന്ന അതേ പ്രവാചകൻ, ആ പ്രവാചകൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, ഏറ്റവും കൂടുതൽ ആദരിച്ചത് ലോകത്ത് സത്യവിശ്വാസികളായ ആളുകളെയായിരുന്നു. സത്യവിശ്വാസികളായ ആളുകൾ, ആ സത്യവിശ്വാസികളുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായി, സത്യവിശ്വാസികളുടെ വേദന സ്വന്തം വേദനയായി തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പ്രവാചകൻ. തന്റെ അനുയായികൾ തന്റെ അടുക്കൽ വന്ന് തന്റെ ജീവിതയാതനകൾ പറയുന്ന സമയത്ത് ആ അനുയായികളോടൊത്ത് കണ്ണീർ പൊഴിക്കുന്ന ഒരു പ്രവാചകൻ. വിശ്വാസികളുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായി തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പ്രവാചകൻ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ പലപ്പോഴും പ്രതിഫലിച്ചു നിന്നത് തന്റെ സമുദായത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു, തന്റെ സമുദായത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായം, അല്ലാഹു എന്റെ സമുദായം. അതേ, നാളെയുടെ ലോകത്ത് തന്റെ സമുദായത്തിന്റെ ഗതി എന്താകുമെന്നോർത്ത്, തന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താകുമെന്നോർത്ത് തേങ്ങിക്കരഞ്ഞൊരു പ്രവാചകനെ ചരിത്രത്തിന്റെ ഹദീസിന്റെ താളുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള, അങ്ങേയറ്റത്തെ കാരുണ്യമുള്ള, അനുകമ്പയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളെ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, ഇതാ ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് കടന്നു വന്നു. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും വേദനകളും താങ്ങാൻ കഴിയാത്ത ഒരു പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ള സ്നേഹമുള്ള ഒരു പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളെ ജീവന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു പ്രവാചകൻ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നാളെ പരലോകത്ത് നടക്കുന്ന ഒരു രംഗം, നാളെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ദീനിന്റെ നിയമങ്ങൾ മറികടന്ന് ജീവിക്കുന്ന, ദീനിന്റെ നിയമാവലികൾ കാറ്റിൽ പറത്ത് ജീവിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് കടന്നു വരുന്നു. യൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, അക്രമികളായ ആളുകൾ സർവ ശിക്ഷയും നേരിൽ കാണുന്ന സമയത്ത് അവർ തങ്ങളുടെ കൈകൾ കടിക്കുകയാണ്. അവർ തങ്ങളുടെ കൈകൾ കടിക്കുന്നു. അങ്ങനെ കൈകൾ കടിച്ചുകൊണ്ട് അവർ വിലപിക്കുന്ന ഒരു നിമിഷം നാളെ പരലോകത്ത് കടന്നു വരാനുണ്ട്. ആ സമയത്ത് ഒരു ഭാഗം ആളുകൾ അവിടെ കടന്നു വരുന്നു, ഒരു ഭാഗം ആളുകളെ അവിടെ പിടിച്ചുകൊണ്ടുവരുന്നു. എന്താണ് ആളുകളുടെ പ്രത്യേകത? അവർക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അവർക്കൊന്നും കാണാൻ കഴിയാതെ അന്ധന്മാരായി തപ്പിത്തടഞ്ഞുകൊണ്ട് ഒരു ഭാഗം ആളുകൾ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നു. അവർ പടച്ചതമ്പുരാനോട് ചോദിക്കുന്നു, കാല റബ്ബി ലിമാ ഹശർതനി അഅമ വഖദ് കുന്തു ബസീറ. പടച്ചതമ്പുരാനെ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാം കാണാമായിരുന്നല്ലോ. ഈ ഭൂമിയിലെ സകല വസ്തുക്കളും ഞങ്ങളുടെ ഇരു കണ്ണുകളും കൊണ്ട് നേരിൽ കണ്ട ആളുകളല്ലേ. റബ്ബേ, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് റബ്ബേ ഞങ്ങളെ അന്ധന്മാരായി ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് നാളെ പരലോകത്ത് വെച്ച് അവർ ചോദിക്കുമെന്ന് 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 125-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ സമയത്ത് പടച്ചതമ്പുരാന്റെ മറുപടി, ഖാല കദാലിക അതതക ആയാതുന ഫനസീതഹ വകദാലികൽ യൗമ തുൻസാ.
നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കിലേക്ക് വന്നു, വിശുദ്ധ ഖുർആന്റെ സന്ദേശം നിന്റെ അടുക്കിലേക്ക് വന്നു, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നിന്റെ അടുക്കിലേക്ക് വന്നു. അവയെല്ലാം നീ വലിച്ചെറിഞ്ഞു, അവയെല്ലാം കാറ്റിൽ പറത്തി. അങ്ങനെ നമ്മുടെ സർവ്വ ആയത്തുകളെയും സർവ്വദൃഷ്ടാന്തങ്ങളെയും വിശുദ്ധ വേദഗ്രന്ഥത്തെയും വിശുദ്ധ വചനങ്ങളെയും എല്ലാം നീ വിസ്മരിച്ച് കളഞ്ഞതുകൊണ്ട്, നീ മറന്നു കളഞ്ഞതുകൊണ്ട്, നീ തള്ളിക്കളഞ്ഞതുകൊണ്ട് നിന്നെയും ഞാനിതാ വിസ്മരിക്കുന്നു, നിന്നെ ഇതാ അന്ധനായി ഞാൻ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നുവെന്ന് അല്ലാഹു തആല നാളെ പരലോകത്ത് വെച്ച് അത്തരം ആളുകൾക്ക് മറുപടി പറയും. ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മെ ഏറെ സ്നേഹിക്കുന്ന, നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്ന, നമ്മോട് പറഞ്ഞറിയിക്കാനാവാത്ത ആർദ്രതയും കാരുണ്യവും വാത്സല്യവുമുള്ള നമ്മുടെ പ്രവാചകൻ നമുക്കെതിരെ, തന്റെ സ്വന്തം സമുദായത്തിനെതിരെ, മുസ്ലിം ഉമ്മത്തിനെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി പറയുന്ന ദുരന്തപൂർണമായൊരു നാളെക്കുറിച്ച്, ദുരന്തപൂർണമായ പരലോകത്തെ ദുരന്തത്തെക്കുറിച്ച് ഒരിക്കലും കളവ് പറയാത്ത, വൈരുദ്ധ്യങ്ങളില്ലാത്ത, വക്രതയില്ലാത്ത വേദഗ്രന്ഥത്തിന്റെ വാചകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നാളെ റബ്ബിന്റെ കോടതിയിൽ ഇതേ മുസ്ലിം സമുദായത്തിനെതിരെ, തന്റെ സ്വന്തം ഉമ്മത്തിനെതിരെ സാക്ഷി പറയുന്ന ദുരന്തപൂർണമായൊരു നാളെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്കെതിരെ സാക്ഷി പറയും. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ വചനത്തിലൂടെ വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, മുസ്ലിം സമുദായം, അല്ലാഹു എന്റെ ഉമ്മത്ത് നിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തെ, നിന്റെ വിശുദ്ധ ഖുർആനെ റബ്ബേ തള്ളിക്കളഞ്ഞുവെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നാളെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കണം, എങ്ങനെയാണ് ഈ ഉമ്മത്ത് വിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞത്, വിശുദ്ധ ഖുർആനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഈ സമൂഹം എങ്ങനെയാണ് പറിച്ചെറിഞ്ഞത് എന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതാനും ഉദാഹരണങ്ങൾ മാത്രം ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് ശേഷം ഏകദേശം 6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രചിക്കപ്പെട്ട ഒരു കാവ്യമാണ് ഇമാം ബൂസൂരിയുടേതായി അറിയപ്പെടുന്ന ബുർദ. ആ ബൂസൂരിയുടെ ബുർദയെക്കുറിച്ച് ഇന്ന് സമൂഹത്തിൽ പണ്ഡിതന്മാരായി ജീവിക്കുന്ന ആളുകൾ അവർ വിശദീകരിക്കുന്നത്, അവർ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെയും വിശുദ്ധ ഖുർആൻ മാറ്റിവെച്ചുകൊണ്ട് അവൻ ബുർദ പാരായണം ചെയ്താൽ ഈമാൻ കിട്ടാതെ മരിക്കുകയില്ല. എല്ലാ വെള്ളിയാഴ്ച രാവിലെയും ഒരു മനുഷ്യൻ ബുർദ പാരായണം ചെയ്താൽ ഈമാൻ കിട്ടാതെ മരിക്കുകയില്ല. എങ്ങനെയാണ് ബുർദ പാരായണം ചെയ്യേണ്ടത്? നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. ശേഷം നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നു എന്തൊക്കെയാണ് ബുർദ പാരായണം ചെയ്യാനുള്ള നിബന്ധനകൾ. 1, ഒളു ഉണ്ടായിരിക്കണം. 2, കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കണം. 3, വാചകങ്ങളും ഇഅ്റാബുകളും വളരെ ക്ലിപ്തമായിരിക്കണം. ആ എന്നുച്ചരിക്കേണ്ട സ്ഥാനത്ത് ഈ എന്നുച്ചരിക്കാൻ പാടില്ല, വളരെ ക്ലിപ്തമായിരിക്കണം. എന്താ 4-ാമത്തെ നിബന്ധന? അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ ബുർദ പാരായണം ചെയ്താൽ അവൻ ഈമാൻ കിട്ടാതെ മരിക്കുകയില്ല എന്ന് സമൂഹത്തെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതേ പണ്ഡിതന്മാർ തന്നെ, ഇതേ സമൂഹം തന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത്, വിശുദ്ധ ഖുർആനെ കുറിച്ച് അവർ എഴുതിവിട്ടത്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ മുസ്ലിം സമൂഹത്തിന് നിർബന്ധമില്ല. ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ മുസ്ലിം ഉമ്മത്തിന് നിർബന്ധമില്ല. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അർത്ഥം പഠിക്കുന്നതിനെതിരെ മുസ്ലിം സമൂഹമേ നിങ്ങൾക്കൊരു താക്കീത് എന്നുള്ള പേരിൽ ഒരു ഗ്രന്ഥം തന്നെ നമ്മുടെ നാടുകളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നാം ചിന്തിക്കുക, ഈ സമൂഹം വിശുദ്ധ ഖുർആനെ സ്വീകരിക്കുകയാണോ ചെയ്തത്, അതോ തിരസ്കരിക്കുകയാണോ ചെയ്തത്? അതേപോലെ വിശുദ്ധ ഖുർആൻ അനുയായികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 59-ാമത്തെ വചനത്തിലൂടെ, വഇൻ തനാസഅതും ഫി ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്ക് മതപരമായ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, അഭിപ്രായ അന്തരമുണ്ടായാൽ നിങ്ങൾ മടങ്ങേണ്ടത് വിശുദ്ധ ഖുർആനിലേക്കാണ്, പ്രവാചകന്റെ സുന്നത്തിലേക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ മടങ്ങുന്നത് പള്ളിയുടെ മൂലയിലിരിക്കുന്ന തഅലീം കിതാബുകളിലേക്കാണ്. എന്താണ് ആ തഅലീം കിതാബുകളിൽ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആൻ കലക്കി കുടിക്കാൻ പഠിപ്പിക്കുന്ന തഅലീം കിതാബുകളിലേക്ക് മടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ സമൂഹം വിശുദ്ധ ഖുർആനെ സ്വീകരിച്ചവരാണോ അതോ വിശുദ്ധ ഖുർആനെ തിരസ്കരിച്ചവരാണോ? സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ, ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ,
ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ നമ്മൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് അറിയാൻ, നമ്മൾ ഓരോരുത്തരും പ്രവാസികളായി നമ്മൾ ഓരോരുത്തരും ആ വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കാൻ, ആ വിശുദ്ധ ഖുർആൻ എന്നറിയാൻ, വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്ന വിജ്ഞാന മഹാസാഗരത്തിലേക്ക് നൂളിയിടാൻ നമ്മൾ എത്ര പേർ സമയം കണ്ടെത്താറുണ്ട്? ഒരു ദിവസം ന്യൂസ് പേപ്പർ വായിച്ചില്ലെങ്കിൽ അസ്വസ്ഥമാകുന്ന നമ്മുടെ മനസ്സുകൾ, ജോലി കഴിഞ്ഞിട്ടെങ്കിലും തിരിച്ചു വന്ന് അതൊന്നും വായിക്കാതെ മനസ്സിന് ശാന്തി ലഭിക്കാത്ത നമ്മിൽ പല ആളുകളും. എന്നാൽ ഒരു ദിവസം ഖുർആന്റെ ഒരു പേജ് അത് വായിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, അത് പാരായണം ചെയ്യാത്തതിന്റെ പേരിൽ നമ്മുടെ മനസ്സുകൾ അസ്വസ്ഥമാകാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ, അവർ വിശുദ്ധ ഖുർആനെ പട്ടിൽ പൊതിഞ്ഞ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. തന്റെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ വിശുദ്ധ ഖുർആന്റെ ഏടുകൾ തുറന്ന് സുന്ദരമായി പാരായണം ചെയ്യുന്നു. എന്താണ് അവർ പാരായണം ചെയ്യുന്ന വാചകം? ലിയുൻദറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനെന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞൊരു വേദഗ്രന്ഥം, പടച്ചതമ്പുരാൻ പ്രഖ്യാപിച്ചൊരു വേദഗ്രന്ഥം, അത് മരിച്ചവരുടെ മുന്നിൽ ഓതുന്ന ഒരു സമൂഹം നമ്മുടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലൊരു വീട്ടിലേക്ക് രാത്രിയിൽ ഒരു മയ്യത്ത് സന്ദർശിക്കാൻ വേണ്ടി കടന്നു ചെല്ലേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെ കടന്നു ചെല്ലേണ്ടുന്ന അവസ്ഥയിൽ കാണുവാൻ സാധിക്കുന്നത് മയ്യത്തിന്റെ ചുറ്റുപാടും ആളുകൾ ഇരിക്കുന്നു. കുറെ ആളുകൾ വിശുദ്ധ ഖുർആൻ ആദ്യ ഭാഗത്ത് നിന്ന് പാരായണം ചെയ്യുന്നു, കുറെ ആളുകൾ മധ്യഭാഗത്ത് നിന്ന് പാരായണം ചെയ്യുന്നു, കുറെ ആളുകൾ അവസാനത്ത് നിന്ന് പാരായണം ചെയ്യുന്നു. നാളെ മയ്യത്ത് എടുക്കുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവൻ ഓതി തീർക്കണമെന്നുള്ള വാശിയോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, വിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞൊരു സമൂഹം ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത കാലഘട്ടത്തിൽ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, മദ്യം എന്നുള്ളത് പൈശാചികമായ പ്രവൃത്തിയാണെന്ന വിശുദ്ധ ഖുർആന്റെ വാചകങ്ങൾ ഓതി അവനെ സംസ്കരിക്കാതെ, അവനെ ആ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കാതെ, അതേ മനുഷ്യൻ തന്നെ മരിച്ചു കിടക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഈ വചനം ഓതിയിട്ട് എന്ത് പ്രയോജനം? അതേപോലെ തന്റെ മാതാവിനെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ, മാതാവിനെ ചീത്ത പറയുന്ന, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ജീവിത കാലഘട്ടത്തിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിന്റെ മാതാവിനോട് എന്ന് പോലും പറയരുത് എന്നുള്ള വിശുദ്ധ ഖുർആന്റെ വാചകങ്ങൾ ഓതി അവന്റെ ജീവിത കാലഘട്ടത്തിൽ അവനെ ആ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കാതെ, അതേ മനുഷ്യൻ തന്നെ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിന്റെ മാതാവിനോട് എന്നൊരു വാക്ക് പോലും പറയരുതെന്ന വിശുദ്ധ ഖുർആന്റെ വചനം അവന്റെ മുന്നിൽ ഓതിയിട്ട് എന്തു പ്രയോജനമാണ് സഹോദരങ്ങളെ ഉള്ളത്? അങ്ങനെ വിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞൊരു സമൂഹം, ഈ സമൂഹത്തെ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ സമൂഹം വിശുദ്ധ ഖുർആന്റെ സ്വീകാര്യകർത്താക്കളാണോ അതോ വിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞവരാണോ? അതേപോലെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ വികൃതവും വികലവുമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന്, അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ റബ്ബ് അവതരിപ്പിച്ച വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിന്റെ വാക്കുകളെ വികൃതമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പടച്ചതമ്പുരാനല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ ഇതാ വിശുദ്ധ ഖുർആനിൽ നൂറുകണക്കിന് ആയത്തുകൾ തെളിവുണ്ട് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ അവരും അവകാശപ്പെടുന്നത് ഞങ്ങളും ഖുർആനിന്റെ അനുയായികളാണെന്നാണ് അവരുടെയും അവകാശവാദം. അവരും അവകാശപ്പെടുന്ന അത്തരം ആളുകളെ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുക, ഇത്തരം ആളുകൾ വിശുദ്ധ ഖുർആനെ സ്വീകരിച്ചവരാണോ വിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞവരാണോ? അതേപോലെ വിശുദ്ധ ഖുർആന്റെ സുപ്രധാന പദങ്ങളായ അബ്ദ, ഇബാദത്ത് തുടങ്ങിയ പദങ്ങൾ, ആ പദങ്ങൾക്ക് സാർത്ഥ താല്പര്യപ്രകാരം ഒരിക്കലും നൽകാൻ പാടില്ലാത്ത വികലമായ അർത്ഥങ്ങൾ നൽകി സമൂഹത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന ആളുകൾ അവരും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരും അവകാശപ്പെടുന്നത് ഞങ്ങളാണ് ഖുർആനിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അത്തരം ആളുകളും നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെയും അവകാശവാദം ഞങ്ങൾ ഖുർആനിന്റെ അനുയായികളാണ്. അതേപോലെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളോതി തീവ്രവാദത്തിന്, വർഗീയതയ്ക്ക്, ഭീകരവാദത്തിന് തെളിവുണ്ടാക്കുന്ന ആളുകൾ അവരും ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരും ഓതുന്നത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ, വിശുദ്ധ ഖുർആനെ അറിയേണ്ടതുപോലെ അറിയാതെ ഞങ്ങളും ഖുർആനിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം വിശുദ്ധ ഖുർആന്റെ അന്തസത്ത തള്ളിക്കളഞ്ഞ ആളുകളാണ്. ഇവിടെ പടച്ചതമ്പുരാന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈമാനുള്ള, പടച്ചതമ്പുരാനെ പേടിയുള്ള, നാളെ അവന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന, അവന്റെ ശിക്ഷയെ ഭയന്ന് കരയുന്ന വിശ്വാസി സമൂഹത്തോട്, ലോക സമൂഹത്തോട് പടച്ചതമ്പുരാന്, വിശുദ്ധ ഖുർആന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്.
അതിലൊരു ചോദ്യം വിശുദ്ധ ഖുർആന്റെ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 36 മുതൽ 40 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ അലം യകുൻ തുഫതം മിൻ മനിയ്യിൻ യുംന സുമ്മ കാന അലഖതൻ ഫഖലക ഫസവ്വ. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുവോ, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുവോ അയ്യുതറക സുദാ, പടച്ചതമ്പുരാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന്, പടച്ചതമ്പുരാൻ നിങ്ങളെ വെറുതെ വിടുമെന്നാണോ നിങ്ങളുടെ വിചാരം? അലം യകുൻ തുഫതം മിൻ മനിയ്യിൻ യുംന, ഒന്നും പറയാൻ കഴിയാതിരുന്ന, ഒന്നും പ്രസ്താവ്യമല്ലാതിരുന്ന ഒരു കണമായിരുന്നില്ലേ നിന്റെ ജീവിതമെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അള്ളാഹുവിൽ പങ്കുചേർക്കുകയും അവനെ നിഷേധിക്കുകയും മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും യതീമിന്റെ സമ്പത്ത് ഭുജിക്കുകയും പാവപ്പെട്ടവരെ, അനാഥകൾ, അഗതികളെ നിന്ദിക്കുകയും നമസ്കാരവും സക്കാത്തും ഹജ്ജും തുടങ്ങി ഇസ്ലാം എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞുവോ ആ സകല കർമ്മങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സുഖലോലുപനായി നടക്കുന്ന മനുഷ്യരെ, അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ, പടച്ചതമ്പുരാൻ നിങ്ങൾ വെറുതെ വിടുമെന്നാണോ, നിങ്ങൾ വെറുതെ വിടുമെന്നാണോ നിങ്ങളുടെ വിചാരം? മനുഷ്യൻ അഹങ്കരിക്കുന്നുവല്ലേ, മനുഷ്യൻ പൊങ്ങച്ചം കാണിക്കുന്നുവല്ലേ, മനുഷ്യൻ ദൂർത്തിന്റെ ആഡംബരത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നുവല്ലേ. എന്നാൽ നീ ചിന്തിക്കണം, ഹല്ലത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ, നിന്റെ പേര് പോലും പറഞ്ഞാൽ ലോകത്തൊരു മനുഷ്യനും അറിയാതിരുന്ന ശുദ്ധശൂന്യതയുടെ ഒരു കാലഘട്ടം, ശുദ്ധശൂന്യതയുടെ ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? നീ എന്താണ് ചിന്തിക്കാത്തത്? നീ എന്താണ് ആലോചിക്കാത്തത്? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്, മനുഷ്യ മനസ്സുകളോടുള്ള ചോദ്യം. വിശുദ്ധ ഖുർആന്റെ അടുത്ത ചോദ്യം ഖുർആന്റെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, അഫഹസിബ്തും നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്നമാ ഖലഖനാകും അബസ, പടച്ചതമ്പുരാൻ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്, നിങ്ങൾ സൃഷ്ടിച്ചത് വെറുതെയാണെന്നാണോ നിങ്ങളുടെ വിചാരം? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ആ റബ്ബിന്റെ കോടതിയിലേക്ക്, ആ പടച്ചതമ്പുരാന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? പലരുടെയും ജീവിതം കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. തിന്നാനും കുടിക്കാനും രസിക്കാനും രമിക്കാനും വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. ഒരു കവി പറഞ്ഞതുപോലെ, നഹാറുക്കബത്താനുൻ വലൈലുകനായിമുൻ ഐശൂകയാ ഇൻസാനു മിസ്ലൽ ബഹായിമു, പകൽ മുഴുവൻ തിന്നുവാനും കുടിക്കുവാനും രസിക്കുവാനും രമിക്കുവാനും രാത്രി ഉറക്കത്തിനും മാത്രം ജീവിക്കുന്ന, അങ്ങനെ ജീവിതത്തിന്റെ ആശയങ്ങൾ അറിയാതെ, ജീവിതത്തിന്റെ ആശയ തലങ്ങൾ അറിയാതെ, ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ അറിയാതെ, ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ, ജീവിത വിമോചനത്തിന്റെ സന്ദേശമറിയാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യകുലത്തെ ഒരു കവി ഉപമിക്കുന്നത് മിസ്ലൽ ബഹായിമു, കന്നുകാലികളെ പോലെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. ഖുർആന്റെ 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്തിലെ 6-7 വചനങ്ങളിലൂടെ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റത്തെ നന്ദികേട് കാണിക്കുന്നവനാണ്, അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. അതിന് വേറെ തെളിവുകൾ തേടി പോകേണ്ടതില്ല, അതിന് വേറെ സാക്ഷികൾ അന്വേഷിക്കേണ്ടതില്ല. വഇന്നഹു അലാ ദാലിക ലശഹീദ്, മനുഷ്യന്റെ ജീവിതം തന്നെ അതിന് സാക്ഷിയാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആകാശത്തിന്റെ വിരിമാറിലൂടെ സഞ്ചരിക്കുന്ന പക്ഷികളാവട്ടെ, പാരാവാരത്തിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളാകട്ടെ, മന്ദമാരുന്നന്റെ ഇളം തന്നലേറ്റുകൊണ്ട് ചാഞ്ചാടുന്ന കോടിക്കണക്കിന് വരുന്ന മരങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, തരുലദാദികളാകട്ടെ, അവയെല്ലാം ലോകതട്ടാവായ നാഥന്റെ മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നുവെന്ന്, നാഥന് മുന്നിൽ പ്രകീർത്തനങ്ങൾ അർപ്പിക്കുന്നുവെന്ന്, അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, ഖുർആന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ വചനത്തിലൂടെ പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നു, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമർ വന്നുജൂമു വൽ ജിബാൽ വശജറു വദ്ദവാബു വകസീറും മിനൻ നാസ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലം തറ, മനുഷ്യരെ നിങ്ങൾ കണ്ടില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും ലോകൈകനാഥനായ പടച്ചതമ്പുരാന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു, പ്രകീർത്തനങ്ങൾ അർപ്പിക്കുന്നു. വശംസു സൂര്യനാകട്ടെ, വൽ ഖമറു ചന്ദ്രനാകട്ടെ, വന്നുജൂമു താരാപഥങ്ങളിൽ നക്ഷത്ര സമൂഹങ്ങളാകട്ടെ, വൽ ജിബാലു പർവ്വതങ്ങളാകട്ടെ, വശജറു മരങ്ങളാകട്ടെ, വദ്ദവാബു ജീവജാലങ്ങളാകട്ടെ, അവയെല്ലാം തട്ടാവായ പടച്ചതമ്പുരാന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു, പ്രകീർത്തനങ്ങൾ അർപ്പിക്കുന്നു എന്ന് ഖുർആൻ അവയെല്ലാം ഒന്നായി പറഞ്ഞിട്ട് മനുഷ്യരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വകസീറും മിനൻ നാസ്, മനുഷ്യരിൽ കുറെ ആളുകൾ മാത്രം. മരങ്ങളെ ഒന്നായി പറഞ്ഞ വിശുദ്ധ ഖുർആൻ, താരസമൂഹങ്ങളെ ഒന്നായി എണ്ണിപ്പറഞ്ഞ വിശുദ്ധ ഖുർആൻ, മനുഷ്യരുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞില്ല,
എല്ലാവരും എന്ന് പറഞ്ഞില്ല. മനുഷ്യരിൽ കുറെ ആളുകൾ മാത്രമാണ് റബ്ബിന് പ്രണാമം അർപ്പിക്കുന്നത്, അവന് നന്ദി കാണിക്കുന്നത്. അതുകൊണ്ട് പടച്ചവന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭൂമിയിൽ വസിച്ച് അവനോട് നന്ദി കേട് കാണിക്കുന്ന, അവനോട് നന്ദി കാണിക്കാത്ത മനുഷ്യനോടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുവോ പടച്ചതമ്പുരാൻ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? നിങ്ങൾ സൃഷ്ടിച്ചത് വെറുതെയാണെന്നാണോ നിങ്ങളുടെ വിചാരം? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, റബ്ബിന്റെ കോടതിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുവോ? വളരെയേറെ നിത്യപ്രസക്തമായ വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. വിശുദ്ധ ഖുർആനിന്റെ അടുത്ത ചോദ്യം വിശ്വാസികളോടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവെന്ന് അഭിമാനിക്കുന്ന, മുഅ്മിൻ എന്ന് മുവഹിദ് എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിം ഉമ്മത്തിനോട്, മുസ്ലിം സമുദായത്തോട് പടച്ചതമ്പുരാൻ ചോദിക്കുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. മനുഷ്യരെ, സ്വർഗത്തിലേക്ക് നേരെ അങ്ങ് കടന്നു കളയാമെന്ന്, സ്വർഗത്തിലേക്ക് ഓടിച്ചെന്ന് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുവോ? നിങ്ങൾ വിചാരിക്കുന്നുവോ? ഇസ്ലാമിനേക്കാൾ ജീവിതത്തിലെ ചര്യകൾക്ക്, തന്റെ ഇച്ഛകൾക്ക്, ജീവിതത്തിലെ ക്രമങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകൾ, 5 വക്ത് പോലും കൃത്യമായി നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇല്ലാത്തവൻ തന്റെ മുന്നിൽ വരുമ്പോൾ വീടിന്റെ വാതായനങ്ങൾ കുട്ടിയടയ്ക്കുന്നവർ, ഇല്ലായ്മയുടെ ബോർഡുകൾ തൂക്കുന്നവർ, പരിശുദ്ധ റമളാൻ കടന്നു വന്നാൽ ആ റമളാനിന്റെ പകലുകളിൽ പോലും മൂക്കറ്റം ഭുജിക്കാൻ മടിയില്ലാത്ത ആളുകൾ, നമസ്കാരവും സക്കാത്തും സ്വതക്കയും കർമ്മങ്ങൾ തുടങ്ങി ഇസ്ലാം എന്തെല്ലാം കർമ്മങ്ങൾ പറഞ്ഞുവോ ആ കർമ്മങ്ങളെല്ലാം തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നവർ, അതൊക്കെ ചെയ്തെങ്കിൽ തന്നെ അനന്തര കർമ്മങ്ങളാൽ അവയെല്ലാം ഫലശൂന്യമാക്കി കളയുന്ന ആളുകൾ, ദീനിനു വേണ്ടി പാടുപെടാനോ ആദർശത്തിന്റെ മഹിമ മനസ്സിലാക്കുവാനോ ആദർശത്തിന്റെ മഹിമ ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകാത്ത അനേകം മുസ്ലിം നാമധാരികളോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. മനുഷ്യരെ, നിങ്ങൾ വ്യാമോഹിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് സ്വർഗത്തിലേക്ക് നേരെ അങ്ങ് കടന്നു കളയാമെന്നാണോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളുടെ, മർദ്ദനങ്ങളുടെ, താടനങ്ങളുടെ ആ പാത താണ്ടിക്കടക്കാതെ, ആ പ്രയാസങ്ങൾ അനുഭവിക്കാതെ, ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതെ സ്വർഗത്തിലേക്ക് കടന്നു കയറാമെന്ന്, സ്വർഗത്തിലേക്ക് നടന്നെടുക്കാമെന്ന്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഒരിക്കലും സാധ്യമല്ല. അതിനാൽ നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങൾ നിങ്ങൾ അനുഭവിക്കണം, പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളും അനുഭവിക്കണം. അല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല. എന്തായിരുന്നു മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങൾ? എന്തായിരുന്നു മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങൾ? എന്തായിരുന്നു മുൻഗാമികൾ അനുഭവിച്ച പ്രതിസന്ധികൾ? അതറിയണമെങ്കിൽ ചരിത്രത്തിന്റെ താളുകളിലേക്ക്, ചരിത്രത്തിന്റെ ദശാസന്ധികളിലേക്ക് നമ്മൾ തിരിച്ചു നടക്കണം. അവിടെ ആദർശത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച, കിടുകിടാ വിറപ്പിക്കപ്പെട്ട, റബ്ബേ നിന്റെ സഹായം എപ്പോഴാണെന്ന് ചോദിച്ചു പോകുമാറ് മർദ്ദനങ്ങൾക്ക്, പീഡനങ്ങൾക്ക് ഇരയായ അനേകായിരങ്ങളുടെ ചരിത്രം നമുക്കവിടെ വായിക്കാൻ സാധിക്കും. ഈർച്ചവാളുകൾ കൊണ്ട് തടികൾ അറുക്കും പോലെ തന്റെ ശരീരം ഒന്നൊന്നായി അറുക്കപ്പെട്ട, ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിലെ മാംസങ്ങൾ ഒന്നൊന്നായി വാർന്നെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രം, ക്രൂശിലേറ്റപ്പെട്ട, ശിരസ് ഛേദിക്കപ്പെട്ട വിശ്വാസികളുടെ ചരിത്രം, തിളച്ച എണ്ണയിലേക്ക് പോലും എറിയപ്പെട്ട മുഅ്മിനുകളുടെ മുവഹിദുകളുടെ ചരിത്രം, ഒരിറ്റ് ഭക്ഷണമില്ലാതെ, ഒരിറ്റ് വെള്ളമില്ലാതെ ആദർശത്തിന് വേണ്ടി പാടുപെട്ട മഹാരഥന്മാരുടെ ചരിത്രം. ഒരുപക്ഷേ ഇത്തിരി ചുളിയാത്ത വസ്ത്രം മാത്രം ധരിച്ച് പരിചയമുള്ള നമുക്ക് അതൊരു പക്ഷേ ഉൾക്കൊള്ളാൻ, അതൊരു പക്ഷേ വിഭാവനം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതിനാൽ അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, അഹസിബന്നാസു അയ്യുത്രകു വയഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ അയ്യുത്രകു വയഖൂലു ആമന്നാ, ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം പരീക്ഷണങ്ങളില്ലാതെ, മർദ്ദനങ്ങളും പീഡനങ്ങളും താടനങ്ങളും ഇല്ലാതെ നിങ്ങൾ വിട്ടേക്കപ്പെടുമെന്ന്, നിങ്ങൾ ഒഴിവാക്കപ്പെടുമെന്നോ വ്യാമോഹം നിങ്ങൾക്കുണ്ടോ എന്ന വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ ചോദ്യം മനുഷ്യരുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നു. വിശ്വാസി എന്ന് അഭിമാനിച്ച് കർമ്മങ്ങളില്ലാതെ, നന്മകളില്ലാതെ, ധാർമ്മികതകളില്ലാതെ, സനാതന മൂല്യങ്ങളില്ലാതെ ജീവിക്കുന്ന, എന്നിട്ടും ഞാൻ സ്വർഗാവകാശിയാണെന്ന് വ്യാമോഹിക്കുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെ വിചാരിക്കുന്ന ആളുകളോടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് നേരെ അങ്ങ് കടന്നു കയറാമെന്ന് വ്യാമോഹം, സ്വർഗത്തിലേക്ക് നേരെ അങ്ങ് കടന്നു കയറാമെന്ന് വ്യാമോഹം നിങ്ങൾക്കുണ്ടോ? വേണ്ട, ആ വ്യാമോഹം വേണ്ട, ആ ചിന്ത വേണ്ട എന്ന സത്യമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുക, നമ്മുടെ മനസ്സുകളോട് ചോദിക്കുക. വിശുദ്ധ ഖുർആന്റെ ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് മറുപടി പറയാനുണ്ട്?
നമുക്ക് എന്ത് മറുപടിയാണ് വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത്? നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആനെ കൊണ്ട് പടച്ച തമ്പുരാൻ ഒരു ഭാഗം ആളുകളെ ഉയർത്തും. ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ഒരു ഭാഗം ആളുകളെ പടച്ച തമ്പുരാൻ തളർത്തുകയും ചെയ്യും. ആരെയാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉയർത്തുക? ആ ഖുർആൻ പഠിക്കുന്ന, ആ ഖുർആൻ അറിയുന്ന, ആ ഖുർആൻ അനുസരിച്ച് തന്റെ ജീവിതം ക്രമപ്പെടുത്തുന്ന മനുഷ്യരെ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ ഉയർത്തും. എന്നാൽ ആ ഖുർആൻ അനുയായി എന്ന് അഭിമാനിക്കുകയും തന്റെ ജീവിതത്തിൽ നിന്ന് ഖുർആനെ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ റബ്ബ് താഴ്ത്തുകയും അവരെ തളർത്തുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. ഇതിനെന്ത് മറുപടി പറയാനുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അള്ളാഹുവിന്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിലൂടെയാണ് ഓരോ നിമിഷവും നമ്മൾ കടന്നു പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കുടിച്ചു തീർത്ത വെള്ളത്തിന്റെ മൂല്യമത്ര, നാം ശ്വസിച്ച വായുവിന്റെ മൂല്യമത്ര, നമ്മൾ ഉപയോഗിച്ച് തീർത്ത സൂര്യപ്രകാശത്തിന്റെ മൂല്യമത്ര, നമ്മുടെ കണ്ണിന്റെ, നമ്മുടെ കാതിന്റെ, നമ്മുടെ മസ്തിഷ്കത്തിന്റെ, നമ്മുടെ ഓരോ അവയവങ്ങളുടെയും മൂല്യമത്ര. നമുക്കൊന്നറിയാം, നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഒന്നിനുമല്ല, ഒന്നറിയാനും പഠിക്കാനും വേണ്ടി മാത്രം നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ അതിൽ നിന്ന് തോറ്റു പിന്മാറേണ്ടി വരും. ഖുർആനാണ് പഠിപ്പിക്കുന്നത്, മനുഷ്യരെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്കത് എണ്ണി പൂർത്തിയാക്കാൻ കഴിയില്ല. ഒരിക്കലും ആ സംരംഭത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശപ്പിന്റെ വിളിയാളം എന്ത് നമുക്കറിയില്ല. ദാരിദ്ര്യത്തിന്റെ കെടുതികളോ ഇല്ലാത്തവന്റെ പ്രശ്നങ്ങളോ ഇല്ലായ്മയുടെ നൊമ്പരങ്ങളോ ഒരിക്കലും നമ്മെ അസ്വസ്ഥപ്പെടുത്താറില്ല, ഒരിക്കലും നമ്മെ വേദനിപ്പിക്കാറില്ല, ഒരിക്കലും നമ്മുടെ മനസ്സുകൾക്ക് ആകുലത ഉണ്ടാക്കാറില്ല. നമ്മൾ വായിച്ചുവല്ലോ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്ത, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷണപ്പൊതി സോമാലിയ എന്ന പ്രദേശത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിഞ്ചു കുഞ്ഞ് ആ ഭക്ഷണപ്പൊതി വാങ്ങാൻ വേണ്ടി നടന്നു വന്നൊരു ചിത്രം. എല്ലും തോലുമായ ശരീരം, ദിവസങ്ങളായ ഭക്ഷണം കഴിക്കാതെ തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എല്ലുകളും ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി ഒരു പിഞ്ചു പെൺകുട്ടി അവിടേക്ക് കടന്നു വന്നു. ഏതു നിമിഷവും ആ പെൺകുഞ്ഞ് താഴേക്ക് മറിഞ്ഞു വീഴാം. ആ പെൺകുട്ടി മറിഞ്ഞു വീഴുന്നതും കാത്ത് ആ പെൺകുഞ്ഞിന്റെ പിറകിൽ ആർത്തിയോടുകൂടി നിൽക്കുന്ന ഒരു കഴുകന്റെ ചിത്രം പത്രങ്ങൾ നമ്മുടെ മുന്നിൽ പ്രസിദ്ധീകരിച്ചു. ആ ചിത്രമെടുത്ത മനുഷ്യന് ആ സമയത്തെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫിക്കുള്ള അവാർഡുകൾ അദ്ദേഹത്തെ തേടിച്ചെന്നു. ആളുകൾ ചോദിച്ചു, എന്തു പറ്റി ആ കുട്ടിക്ക്? നിങ്ങൾ ഈ ഫോട്ടോ എടുത്ത് വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ആ ഫോട്ടോ എടുത്ത മനുഷ്യൻ ചിന്തിച്ചു, ഞാൻ എന്താണ് ചെയ്തത്? ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ തിരിച്ചു വന്ന് അതിന്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ മനുഷ്യന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥയോർത്ത് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു. ഒരുപാട് മനുഷ്യർ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നായ്ക്കളുടെ കൂടെ ഒരിറ്റ് ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരുപാട് ആളുകൾ, കുപ്പത്തൊട്ടിയിൽ ഒരിറ്റ് ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ മുൻപിൽ നമ്മൾ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സലഫ് സാലിഹീങ്ങളുടെ സഹാബത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശപ്പിന്റെ കാഠിന്യത്താൽ തന്റെ കരൾ കരിങ്കല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം കിടക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പലപ്പോഴും ബോധരഹിതനായി വീഴാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തന്റെ കരൾ കല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശീലനത്തിനായി തളർന്നവശനായി അദ്ദേഹം കിടക്കുന്നു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിലൂടെ കടന്നു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിനെ സംബന്ധിച്ച് ചോദിച്ചു. ആയത്തിനെ കുറിച്ച് അറിയാനല്ല, അങ്ങനെയെങ്കിലും തന്റെ വിശപ്പിന്റെ പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കി തനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരട്ടെ എന്നുള്ള ചിന്തയാൽ ആ സഹാബി വിശുദ്ധ ഖുർആന്റെ ആയത്തിനെ സംബന്ധിച്ച് ചോദിച്ചു, അതിന്റെ വിശദീകരണത്തെ സംബന്ധിച്ച് ചോദിച്ചു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ പ്രയാസം മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടന്നുപോയി. പിന്നീട് അതുവഴി കടന്നു വന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തോടും അബൂ ഹുറൈറ എന്ന സഹാബി ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചു, വിശുദ്ധ ഖുർആന്റെ ഒരു വചനത്തെ കുറിച്ച് ചോദിച്ചു. ആ സഹാബിയും അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. അദ്ദേഹത്തിന് വിശപ്പിന്റെ പ്രശ്നം തിരിച്ചറിയാൻ അവർക്കാർക്കും സാധിച്ചില്ല.
പിന്നീട് അതുവഴി കടന്നു വന്നത് മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അബൂ ഹുറൈറയുടെ കിടപ്പ് കണ്ട് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പ്രവാചകൻ പോവുകയാണ്. അവിടെ ആക്കിയുണ്ടായിരുന്ന ഒരു ഗ്ലാസ് പാല് തന്റെ സഹാബത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അനേകം സഹാബത്തിന് വീതിച്ചു കൊടുക്കാൻ അബൂ ഹുറൈറ എന്ന സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഏൽപ്പിച്ചു. അദ്ദേഹം ചിന്തിക്കുന്നു, ഈ ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഞാൻ ഇത്ര പേർക്ക് എങ്ങനെ വീതം വെച്ചു കൊടുക്കുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനോമുഖരങ്ങളിലൂടെ കടന്നുപോയി. എന്നിട്ടും പ്രവാചകന്റെ കൽപ്പന അദ്ദേഹം അക്ഷരം പ്രതി നടപ്പിലാക്കി. അങ്ങനെ അക്ഷരം പ്രതി നടപ്പിലാക്കി ഓരോരുത്തർക്കും അദ്ദേഹം വീതിച്ചു കൊടുത്തു. പക്ഷേ അതിൽ യാതൊരുവിധ കുറവും കണ്ടില്ല. അവസാനം മുഴുവൻ ആളുകൾക്കും വീതിച്ചു കൊടുത്തിട്ടും അതിൽ അതേപോലെ പാല് ബാക്കിയാകുന്ന അവസ്ഥ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് നേരിട്ട സഹാബി നോക്കിക്കാണുകയാണ്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടിക്കൂ, ഈ പാലിൽ നിന്ന് താങ്കൾ മതിയാകുവോളം കുടിക്കൂ എന്ന റസൂലിന്റെ കൽപ്പന. എന്നിട്ടും അത് ബാക്കിയായ സംഭവങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മുൻഗാമികളായ ആളുകൾ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, കിസ്റയെയും കൈസറിനെയും കിടുകിടാ വറപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതം പലപ്പോഴും പട്ടിണിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പലപ്പോഴും കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് അദ്ദേഹം പലപ്പോഴും ഉറങ്ങാറുണ്ടായിരുന്നു, വിശപ്പിന്റെ കാഠിന്യ നിമിത്തം. അങ്ങനെ തന്റെ ശമ്പളം 1-ാം തീയതി എത്തുന്നതിന് മുമ്പ് പലപ്പോഴും മുൻകൂറായി അദ്ദേഹം വാങ്ങിവെക്കും. തന്റെ ചെലവിന് തികയാതെ വരുമ്പോൾ ജീവിത പ്രാരാബ്ദങ്ങൾക്ക് വഴി കാണാതെ പലപ്പോഴും തന്റെ ശമ്പളം അദ്ദേഹം മുൻകൂർ തന്നെ വാങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ശമ്പളം വാങ്ങുന്ന ദിവസം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് വാങ്ങാനൊന്നുമില്ലാതിരുന്ന അവസ്ഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബത്ത് കൂടിയാലോചിച്ചു, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അവർ കൂടിയാലോചിച്ചൊരു തീരുമാനമെടുത്തു. ഉമർ ബിൻ ഖത്താബിന് തന്റെ ശമ്പളം അല്പം വർദ്ധിപ്പിക്കാം, അദ്ദേഹത്തിന് ശമ്പളം അല്പം കൂട്ടിക്കൊടുക്കാം. പക്ഷേ ഇത് അദ്ദേഹത്തോട് ആര് പറയും? ഈ ശമ്പളം വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറയാൻ ആർക്കും ധൈര്യമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുമായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഈ കാര്യം ആ സഹാബത്തെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പിതാവ് വരുമ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ ഇതാ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അദ്ദേഹത്തോട് പറയണം. ആരാണ് വർദ്ധിപ്പിച്ചത് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൽ നിന്നുണ്ടാവും. പക്ഷേ ഞങ്ങളാണെന്ന് ഒരിക്കലും അദ്ദേഹത്തോട് പറയരുത്. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, താങ്കൾക്കിതാ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. താങ്കളുടെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ചോദിക്കുന്നു, ആരാണ് വർദ്ധിപ്പിച്ചത്? ആരാണ് തീരുമാനമെടുത്തത്? ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്കത് പറയാൻ അനുവാദമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്നാൽ എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ പ്രവാചകന്റെ കൂടെ ജീവിച്ച പെണ്ണല്ലേ? നീ പ്രവാചകന്റെ കൂടെ ജീവിച്ച പ്രവാചകന്റെ ഭാര്യയായിരുന്നില്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച വസ്ത്രം എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ പുതപ്പ് എങ്ങനെയായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ഏറ്റവും നല്ല ഭക്ഷണം എന്തായിരുന്നു? 3 ചോദ്യങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, പ്രവാചകൻ ധരിച്ച വസ്ത്രം, പ്രവാചകന്റെ ഷർട്ട്, പ്രവാചകന്റെ കുപ്പായം എങ്ങനെയുള്ളതായിരുന്നു? അതിന് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു ചായം മുക്കിയ ഒരു കുപ്പായം അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചത്. പ്രവാചകന്റെ പുതപ്പ് പരിപരുത്തൊരു പുതപ്പായിരുന്നു. ആ പുതപ്പ് തണുപ്പ് കാലം വരുമ്പോൾ ഞങ്ങളത് ഒരു ഭാഗം വിരിക്കുകയും ബാക്കിയുള്ള ഭാഗം പുതയ്ക്കാനെടുക്കും. വേനൽക്കാലം വരുമ്പോൾ ഞങ്ങളത് വിരിക്കാനെടുക്കും. പ്രവാചകന് കൊടുത്ത ഏറ്റവും നല്ല ഭക്ഷണം എന്തായിരുന്നു? അതിന് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, ഒരൽപ്പം ബാർലിയിൽ അല്പം പഞ്ചസാര ചേർത്ത്, അത് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട പ്രവാചകന് എനിക്കാകെ കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും നല്ല ഭക്ഷണമെന്ന് വിതുമ്പുന്ന മനസ്സോടെ, കണ്ണീർ കണങ്ങളോടെ ഹഫ്സ റളിയല്ലാഹു അൻഹ അവിടെ വെച്ച് മറുപടി കൊടുക്കുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, മുൻഗാമികളായ രണ്ടാളുകൾ അവരൊരു മഹാലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തു. കയ്യിൽ ഒരുപാട് കർമ്മങ്ങളുമായി, കയ്യിൽ നിറയെ പാതയുമായി, ഒരുപാട് സൽക്കർമ്മങ്ങളുമായി ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് മുൻഗാമികളായ ഒരു മനുഷ്യൻ അദ്ദേഹം യാത്ര ചെയ്തു. കൃത്യമായി അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു.
അദ്ദേഹത്തിന് പിന്നാലെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മുൻഗാമിയായ തന്റെ മുന്നിൽ നടന്ന മനുഷ്യൻ ഏതൊരു പാദമുദ്രകളിലൂടെ കടന്നുപോയോ, ഏത് വഴിയിലൂടെ സഞ്ചരിച്ചോ അതേ വഴിയിലൂടെ തന്നെ അദ്ദേഹവും സഞ്ചരിച്ചു. കയ്യിൽ പാതയവുമായി, യാത്രാഭക്ഷണവുമായി, ഒരുപാട് കർമ്മങ്ങളുമായി ആ മഹാലക്ഷ്യത്തിലേക്ക് ഒന്നാമന്റെ അതേ പാതകളെ അനുധാവനം ചെയ്തുകൊണ്ട്, ഒന്നാമന്റെ അതേ പാദമുദ്രകൾ അനുധാവനം ചെയ്തുകൊണ്ട്, അതേ കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് രണ്ടാമത്തെ മനുഷ്യൻ സഞ്ചരിച്ചു. അദ്ദേഹവും കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. ഇനി മൂന്നാമതൊരു മനുഷ്യനുണ്ട്. ഒന്നാമത്തെ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗത്തിന്റെ വഴിത്താരയിലൂടെ കയ്യിൽ ഒരുപാട് കർമ്മങ്ങളുമായി അദ്ദേഹം നമ്മുടെ മുൻപേ യാത്ര തിരിച്ചു. അദ്ദേഹത്തിന് അതേ വഴിത്താരയിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും യാത്ര തിരിച്ചു. രണ്ടുപേരും കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. ഇനി മൂന്നാമതൊരു മനുഷ്യനുണ്ട്. അത് ഈ ഉമറാണ്. ആ മുൻഗാമികൾ ഏത് പാതയിലൂടെ സഞ്ചരിച്ചുവോ അതേ പാതയിലൂടെ സഞ്ചരിച്ചാൽ, അതേ വഴിത്താരയിലൂടെ ഞാനും സഞ്ചരിക്കുകയാണെങ്കിൽ എനിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാമെന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു മഹായാഥാർത്ഥ്യം, സർവ്വ അനുഗ്രഹങ്ങൾക്കും റബ്ബിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ അന്ത്യകാലഘട്ടത്തിൽ അദ്ദേഹം പലതവണ ബോധരഹിതനായി വീണു. അങ്ങനെ ബോധം തെളിഞ്ഞപ്പോൾ രണ്ട് സഹാബത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തോളിൽ കൈയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് അത് നിലത്തുറയ്ക്കുന്നില്ല. അങ്ങനെ നിലത്തുറയ്ക്കാത്ത പ്രവാചകന്റെ ഇരു കാൽപാദങ്ങളും ആ പൂഴിമണ്ണിലൂടെ വലിച്ചഴിച്ചുകൊണ്ട് പ്രവാചകന്റെ പുണ്യപാദസ്പർശമേറ്റ് ആ മണൽത്തരികളിൽ ഒരു നീണ്ട ചാലുകൾ ഉണ്ടായി തീർന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെ ക്ഷീണിതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു ചെന്നു. പള്ളിയുടെ മിമ്പറിലിരുന്നു. സഹാബത്തിനോട് സുദീർഘമായി സംസാരിച്ചു. അങ്ങനെ സുദീർഘമായി സംസാരിക്കുന്നതിനിടയിൽ വിശുദ്ധ ഖുർആന്റെ ഒരു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. ഏതായിരുന്നു വചനമെന്നല്ലേ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ ഒരു വചനം. വിശുദ്ധ ഖുർആന്റെ 102-ാം അധ്യായം 8-ാമത്തെ വചനം, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. മനുഷ്യരെ, നിങ്ങൾ അനുഭവിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങൾക്കും റബ്ബിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന വിശുദ്ധ ഖുർആന്റെ വചനം സഹാബത്തിന്റെ മുന്നിൽ തന്റെ അന്ത്യനിമിഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുന്നു. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, പിറന്ന വീണ നാടുപേക്ഷിച്ച്, പിച്ചുവെച്ച മണ്ണുപേക്ഷിച്ച്, കൂടെ നടന്ന കളിക്കൂട്ടുകാരെ ഉപേക്ഷിച്ച്, യാദർശത്തിന് വേണ്ടി തങ്ങൾ സമ്പാദിച്ച സകലതും വലിച്ചെറിഞ്ഞ് ഞങ്ങൾ യാദർശത്തിന് വേണ്ടി ഹിജ്റ പോയവരല്ലേ പ്രവാചകരെ? ഞങ്ങൾ യാദർശത്തിന് വേണ്ടി സ്വന്തം നാടും വീടും ത്യജിച്ച ആളുകളല്ലേ പ്രവാചകരെ? ഞങ്ങളെ സംബന്ധിച്ച് എന്തനുഗ്രഹങ്ങൾക്കാണ്, ഏതനുഗ്രഹത്തെ സംബന്ധിച്ചാണ് ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക? ഞങ്ങളോട് എന്തിനെക്കുറിച്ചാണ് പ്രവാചകരെ ചോദ്യം ചെയ്യപ്പെടുക എന്ന പ്രസക്തമായൊരു സംശയം സഹാബത്ത് പ്രവാചകന് മുന്നിൽ സമർപ്പിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അതശറബൂന മാഉൻ ബാരിദ് മിനൽ ഹാർ അതളില്ലൂനൽ അഷ്ജാർ. നിങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങൾ സകലം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തിന് വേണ്ടി ഹിജ്റ പോയി എന്ന്. എന്നാൽ ആ ഹിജ്റയുടെ യാത്രയിൽ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ താപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ പ്രകാശരശ്മികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതാനും മരത്തിന്റെ ചില്ലകളിൽ നിങ്ങൾ അഭയം തേടിയില്ലേ? മരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തണൽ ലഭിച്ചില്ലേ? ആ ചൂടേറ്റുവാങ്ങിക്കൊണ്ട് യാത്ര തിരിക്കുന്ന സമയത്ത് ഒരൽപ്പം തണുത്ത വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ കിട്ടിയില്ലേ? സഹാബത്ത് പിന്നെ ഒന്നും ചോദിച്ചില്ല. സഹാബത്തിന് മനസ്സിലായി പ്രവാചകൻ ഉദ്ദേശിച്ചത് ഏത് നിസാര അനുഗ്രഹങ്ങൾക്കും റബ്ബിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന സത്യമാണ് ലോകത്തിന്റെ പ്രവാചകൻ തങ്ങളെ പഠിപ്പിക്കുന്നതെന്ന യാഥാർത്ഥ്യം ആ സഹാബത്തിന് ബോധ്യമായി. അവർ പിന്നീടൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നമ്മൾ ഓരോരുത്തരും തന്റെ കീഴിലുള്ളവരെ കുറിച്ച് ഉത്തരം പറയേണ്ട ആളുകളാണ്. തന്റെ കീഴിലുള്ള ഓരോരുത്തരെ കുറിച്ചും റബ്ബിന്റെ മുന്നിൽ കൃത്യമായി കണക്ക് ബോധിപ്പിക്കേണ്ട ആളുകളാണ്. മാതാപിതാക്കളോട് മക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായി കണക്ക് ബോധിപ്പിക്കേണ്ട ബാധ്യത ഓരോ പിതാവിനുണ്ട്, ഓരോ മാതാവിനുണ്ട്. ഭാര്യയോട് ഭർത്താവിന് ഭാര്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കടന്നു വരാനുണ്ട്. സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ഓരോരുത്തരും തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഓരോ ആളുകളെ കുറിച്ചും റബ്ബിന്റെ മുന്നിൽ കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഭരണാധികാരികളോട് തന്റെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യുന്ന ഒരു നിമിഷം കടന്നു വരാനുണ്ട്. കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു മനുഷ്യനും അവിടെ വെച്ച് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇവിടെ മാനവ മനസ്സുകളുടെ കാലിടറാതിരിക്കാൻ, മാനവ മനസ്സുകളുടെ പാദങ്ങൾ തളരാതിരിക്കാൻ,
ലോകത്തിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ബലമുള്ള കയറുകൾ, ഒരിക്കലും പൊട്ടാത്ത, ഒരിക്കലും നശിക്കാത്ത 2 ബലമുള്ള കയറുകൾ നമ്മുടെ മുന്നിൽ ഇട്ട് തന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത്. ഏതാണ് ആ കയർ? തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ. 2 കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം, അതനുസരിച്ച് ജീവിക്കുന്നിടത്തോളം കാലം ഇല്ല, നിങ്ങൾ ഒരിക്കലും വഴിപഴിക്കില്ല, നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകില്ല, അനീതിയുടെ, ധാർമ്മികതയുടെ, അക്രമത്തിന്റെ മാർഗത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ തിരിഞ്ഞു പോവുകയില്ല. ഏതാണ് 2 കാര്യങ്ങൾ? ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ടാമത് വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ പ്രവാചകന്റെ സുന്നത്ത്. ആ വിശുദ്ധ ഖുർആനും ആ പ്രവാചകന്റെ സുന്നത്തും ജീവിതത്തിൽ പകർത്തി ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം അവനൊന്നും പേടിക്കാനില്ലെന്ന സത്യം ലോകത്തിന്റെ പ്രവാചകനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നാളെയുടെ ലോകത്തെ നരകമെന്ന മഹാസത്യം, ആ മഹാസത്യം ഓർത്തിട്ടായിരുന്നു സലഫുകൾ, മുൻഗാമികളായ ആളുകൾ അവർ തേങ്ങിക്കരഞ്ഞത്. ആ സലഫുകളെ, ആ മുൻഗാമികളെ ഭയപ്പെടുത്തിയത് ആ നരകത്തിന്റെ ശിക്ഷകളായിരുന്നു, ആ നരകത്തിന്റെ യാതനകളായിരുന്നു, ആ നരകത്തിന്റെ വേദനകളായിരുന്നു. അവരുടെ തേട്ടവും അവരുടെ ആഗ്രഹവും അവരുടെ പ്രതീക്ഷയും അവരുടെ പ്രാർത്ഥനയും സ്വർഗമെന്ന മഹാസൗഭാഗ്യത്തെക്കുറിച്ചായിരുന്നു. സ്വർഗമെന്ന മഹാസൗഭാഗ്യം നേടുവാൻ വേണ്ടിയായിരുന്നു അവർ പണിയെടുത്തത്. അതുകൊണ്ട് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞത് അഖ്ബാർ ഉമർ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഒരു പാപവുമില്ലാതെ, ഒരു പ്രതിഫലവുമില്ലാതെ ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ റബ്ബേ, ഞാൻ എത്ര സൗഭാഗ്യവാൻ. ഒരു പാപവുമില്ലാതെ, ഒരു പുണ്യവുമില്ലാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെട്ടാൽ ഞാൻ എത്ര ഭാഗ്യവാനെന്നായിരുന്നു അദ്ദേഹം പോലും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ മനുഷ്യരെ, നിങ്ങൾ ഒരു ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കണം. റബ്ബിന്റെ മുന്നിൽ നിങ്ങളുടെ കർമ്മങ്ങൾ സമർപ്പിക്കാൻ, റബ്ബിന്റെ മുന്നിൽ നിങ്ങളുടെ കർമ്മങ്ങൾ സമർപ്പിക്കുന്ന ഒരു ദിനത്തിന് വേണ്ടി മനുഷ്യരെ നിങ്ങൾ തയ്യാറെടുക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മിൽ പലരും ആ നാളെയുടെ ലോകത്തിന്റെ ഭയാനതകൾ അറിയാതെ, അതിന്റെ ശിക്ഷയറിയാതെ, സ്വർഗത്തിന്റെ മഹാസൗഭാഗ്യങ്ങൾ അറിയാതെ ഇപ്പോഴും ആലസ്യത്തിലാണ്, ഇപ്പോഴും അലസതയിലാണ്, ഇപ്പോഴും സുഖകരമായ ഉറക്കത്തിലാണ്, സുഖകരമായ സുഷുപ്തിയിലാണ്. വലം മറാ നാറൻ കന്നാരി നാ മഹാരിബുഹ വലം മറാ ജന്ന കൽ ജന്ന നാമ താലിബുഹ. നാളെ ഭയാനകരമായ നരകം കണ്ടുകൊണ്ട് പേടിച്ച് വിറളി പിടിച്ചോടേണ്ട ഒരുപാട് ആളുകൾ, ആ നരകത്തിന്റെ ഭയാനകത കണ്ടുകൊണ്ട്, നരകത്തിന്റെ ഭീകരത കണ്ടുകൊണ്ട് പേടിച്ച് നിലവിളിച്ചോടേണ്ട ഒരുപാട് ആളുകൾ അവരിതാ സുഖകരമായ ഉറക്കത്തിലാണ്, അവരിതാ സുഖകരമായ ഉറക്കത്തിലാണ്. ആ മഹാസൗഭാഗ്യത്തിന്റെ സ്വർഗം, ആ സ്വർഗത്തിന്റെ അവകാശികളായി തീരേണ്ട, ആ സ്വർഗത്തിന്റെ വക്താക്കളായി തീരേണ്ട ഒരുപാട് ആളുകൾ അവരും ഇതാ സുഖകരമായ ഉറക്കത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കുണരാൻ സമയമായിരിക്കുന്നു, നമുക്കുണരാൻ സമയമായിരിക്കുന്നു. പടച്ചവന്റെ മാർഗത്തിലേക്ക് മടങ്ങാൻ നമുക്ക് സമയമായിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം, വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വിളിയാളം മനുഷ്യകുലത്തോട്, ഈമാനുള്ളവരോട്, മുഅ്മിനുകളോട്, മുവഹിദുകളോട് പരിശുദ്ധ ഖുർആന്റെ സുന്ദരമായ വിളിയാളം, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. വിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലേ? വിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. ആ റബ്ബിലേക്ക് തിരിച്ചു പോകാൻ, നിങ്ങളുടെ ഹൃദയങ്ങൾ റബ്ബിലേക്ക് കീഴൊതുക്കാൻ, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങിപ്പോകാൻ. വമാ നസല മിനൽ ഹഖ്. ആ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു പോകാൻ, റബ്ബിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ കീഴൊതുക്കാൻ, വിശുദ്ധ ഇസ്ലാമിലേക്ക് തിരിച്ചു നടക്കാൻ. പ്രിയമുള്ളവരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലേ എന്ന വിശുദ്ധ ഖുർആന്റെ ചോദ്യം, ഈ ചോദ്യത്തിന് ഞങ്ങൾക്കിതാ സമയമായിരിക്കുന്നു എന്ന് മറുപടി പറയാൻ, ഞങ്ങളിതാ ഖുർആനിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയാൻ, ഞങ്ങളിതാ സുന്നത്തിലേക്ക് തിരിച്ചു നടന്നിരിക്കുന്നു എന്ന് പറയാൻ, ഞങ്ങളിതാ ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു പറയാൻ നമുക്ക് ആർജവം ഉണ്ടാവണം, നമുക്ക് തന്റെ ഇടമുണ്ടാകണം. എല്ലാ അർത്ഥത്തിലും ആ ഖുർആനിലേക്ക് മടങ്ങി, ആ സുന്നത്തിലേക്ക് മടങ്ങി, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന, സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന, സ്വർഗത്തിന്റെ വക്താക്കളാവാൻ പരിശ്രമിക്കുന്ന യഥാർത്ഥ മുത്തക്കികളായി നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. സർവാധിനാഥൻ അതിന് നമുക്ക് ഇവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും പടച്ചതമ്പുരാൻ പുറത്തു തരുമാറാകട്ടെ. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അവൻ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ ലോകം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും സർവാധിനാഥനായ റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഉഫ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم توفنا مسلمين والحقنا بالصالحين. ربنا لا تزغ قلوبنا
بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم توفنا مسلمين والحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والصلاة والسلام على رسوله الأمين الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله.